welcome to Homemade. ഹലോ വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല ഒരു ഡേറ്റ്സ് ചട്നിയാണ്, ഈന്തപ്പഴം ചമ്മന്തി. ഇത് ബിരിയാണി, ഫ്രൈഡ് റൈസ്, ഇഡ്ഡലി, ദോശ ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. ഇതിനായിട്ട് ഞാൻ 300 ഗ്രാം ഈന്തപ്പഴം, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്നൊരു 3-4 എണ്ണം ഇതുപോലെ ചെറുതായിട്ട് കുരുവൊക്കെ കളഞ്ഞ് തീരെ ചെറിയ പീസായിട്ടൊന്ന് അരിഞ്ഞു മാറ്റി വയ്ക്കുക. ബാക്കിയുള്ള ഈന്തപ്പഴം നമുക്ക് കുരു കളഞ്ഞ് ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി എടുക്കണം, അതിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് വറ്റൽമുളകാണ്. അത് എരിവിന് ആവശ്യമായത്ര ഒരു 6-8 എണ്ണം, നമുക്ക് എത്രത്തോളം എരിവ് വേണമെന്നനുസരിച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് നേരം, 10-15 മിനിറ്റ് നേരം അതങ്ങനെ തന്നെ കുതിരാനായിട്ട് വയ്ക്കുക. ആ മുളകും എല്ലാം ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒത്തിരി ആകരുത്, കാരണം നമുക്കിത് അരച്ചെടുക്കുമ്പോൾ തീരെ ലൂസായി പോകാൻ പാടില്ല. അപ്പോൾ ഒരു ജസ്റ്റ് അതൊന്ന് മുങ്ങി നിൽക്കാൻ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നാൽ മാത്രമേ അത് കുതിർന്ന് കിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് കുതിർന്ന് കഴിയുമ്പോഴേക്കും ഇത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിനകത്തേക്ക് നമുക്കൊരു സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് ചേർക്കേണ്ടത് വെളുത്തുള്ളിയാണ്. ഒരു 1-1.5 ടേബിൾ സ്പൂൺ വരെ നമുക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് വെളുത്തുള്ളി കൂടുതൽ ചേർക്കുന്ന ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആവശ്യത്തിന് വെളുത്തുള്ളി ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. ഒത്തിരി അങ്ങ് മൂത്ത് പോകരുത്, എങ്കിലും ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ ചട്നിയുടെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടും. അപ്പോൾ അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്നവരെ നമുക്കൊന്ന് ചൂടാക്കി കൊടുക്കാം. അതിനുശേഷം ഇതിനകത്തേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഈന്തപ്പഴം, മുളക്, പുളിയെല്ലാം കൂടെയുള്ള പേസ്റ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടെ അതിനകത്തുള്ള എല്ലാം കൂടി കലക്കി ഒന്ന് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ വെള്ളം വേണ്ട, കാരണം ഇതത്ര ലൂസായിട്ടുള്ളൊരു ചട്നി അല്ല. അപ്പോൾ കുറച്ചൊന്ന് തിക്കായിരിക്കുന്നതാണ് ടേസ്റ്റ്. നമ്മൾ അരയ്ക്കുമ്പോൾ തന്നെ ഇനി വെള്ളം കൂടിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെള്ളം വേറെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. കുറച്ചൊന്ന് തിക്കായിട്ടിരിക്കുന്ന ഒരു പരുവത്തിന് വേണം ഇത് എടുക്കാനായിട്ട്. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. എക്സ്ട്രാ വെള്ളം നമ്മളിപ്പോൾ ചേർക്കുന്നുണ്ടെങ്കിൽ ചെറു ചൂടുവെള്ളം ചേർക്കുന്നതാണ് നല്ലത്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് 2-3 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സായി കിട്ടും. അപ്പോൾ വെളുത്തുള്ളിയുടെ ടേസ്റ്റും എല്ലാം അതിനകത്തേക്ക് ഇറങ്ങിക്കിട്ടും. അപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അതെല്ലാം പുളിയെല്ലാം നന്നായിട്ട് വെന്ത് കലങ്ങി വരുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ട് നോക്കുന്നതാണ് നല്ലത്. അപ്പോൾ പുളിപ്പെല്ലാം ഇറങ്ങി വന്നു കഴിയുമ്പോൾ കറക്റ്റ് ബാലൻസ് ആവണം. അതിന് വേണ്ടിയിട്ട് അവസാനം ഉപ്പ് ചേർക്കുന്നതാണ് കൂടുതൽ നല്ലത്. നന്നായിട്ട് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈന്തപ്പഴം, ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഈന്തപ്പഴം ഉണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1 മിനിറ്റും കൂടെ ഒന്ന് തിളപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഈന്തപ്പഴം അതിനകത്ത് കിടന്നൊന്ന് സോഫ്റ്റ് ആവുകയും ചെയ്യും, എല്ലാം നന്നായിട്ട് പിടിക്കുകയും ചെയ്യും ആ പീസിലേക്ക്. അപ്പോൾ 1 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ, ബിരിയാണിയുടെ കൂടെയും അതുപോലെ തന്നെ ഫ്രൈഡ് റൈസ്, പിന്നെ നമ്മൾ ഇഡ്ഡലി, ദോശ ഇതിനൊക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. കുറച്ച് മധുരം ഇഷ്ടപ്പെടുന്നവർക്ക്, മധുരമുള്ള ചമ്മന്തികൾ ഇഷ്ടമുള്ളവർക്ക് ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈസി ആണല്ലോ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് വിവരങ്ങൾ അറിയിക്കുക. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്